നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി തലസ്ഥാന നഗരത്തിൽ വൻ തീപിടുത്തം. റിയാദിലെ ഒരു ഫാക്ടറിയിലുണ്ടായ തീപിടുത്തത്തിൽ 4 പേർ മരിച്ചു. 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 4 പേരാണ് മരിച്ചത്. ഇന്നലെ രാവിലെ ഹരാജിലാണ് വൻ അഗ്നിബാധയുണ്ടായത്. റിയാദ് ഹരാജിലെ സ്പോഞ്ച് ഫാക്ടറിയിൽ ഞായറാഴ്ച പുലർച്ചെയാണ് തീപിടുത്തം ഉണ്ടായത്. ഉത്തർപ്രദേശ് സ്വദേശികളാണ് മരിച്ച 3 പേരും. മറ്റൊരാൾ ഈജിപ്ഷ്യൻ പൗരനുമാണ്. ഉത്തർപ്രദേശ് സ്വദേശികളായ ആസാദ് സിദ്ദീഖി 35 വയസ്സ്, അബ്രാൻ അൻസാരി 35 വയസ്സ്, വസീമുല്ല 38 വയസ്സ് എന്നിവരാണ് മരിച്ചത്. തീപിടുത്തത്തിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. മൃതദേഹങ്ങൾ ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നത് സംബന്ധിച്ച തുടർ നടപടികളുടെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. അതേസമയം 4 ദിവസം മുൻപായിരുന്നു UAE-യിലെ ഷാർജയിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ച് 2 പേർ മരിച്ചത്. പ്രവാസിയും 11 വയസ്സുള്ള മകളുമാണ് ശ്വാസം മുട്ടി മരിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റ് 2 കുട്ടികളും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരെല്ലാം പാകിസ്ഥാൻ സ്വദേശികളാണ്. 25-ന് പുലർച്ചെയാണ് ഷാർജ മുവൈലെ ഏരിയയിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായത്. കെട്ടിടത്തിന്റെ 3ാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തമുണ്ടായത് എന്ന് ഷാർജ സിവിൽ ഡിഫൻസ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ സമി ഖമീസ് അൽ നഖ്ബി പറഞ്ഞു. പാക് പൗരന്റെ ഭാര്യ ഗുരുതരമായി പരിക്കേറ്റ് അൽ ഖാസിമി ആശുപത്രിയിലെ ICUവിൽ ചികിത്സയിൽ കഴിയുകയാണ്. ദമ്പതികളുടെ 9 വയസ്സുള്ള പെൺകുട്ടിയും 5 വയസ്സുള്ള ആൺകുട്ടിയും ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നതായും അധികൃതർ അറിയിച്ചിരുന്നു. കെട്ടിടത്തിന്റെ 3ാം നിലയിലുള്ള അപ്പാർട്ട്മെന്റിലാണ് തീപിടിച്ചതെങ്കിലും പുക മുഴുവൻ കെട്ടിടത്തിലേക്കും വ്യാപിച്ചതായി സിവിൽ ഡിഫൻസ് മേധാവി പറഞ്ഞു. താമസക്കാരെ ഉടൻ ഒഴിപ്പിച്ചാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 3 നിലകളുള്ള കെട്ടിടമാണിത്. പുലർച്ചെ 2:08-ഓടെയാണ് തീപിടുത്തമുണ്ടായത് എന്നും 2:12-ഓടെ അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയെന്നും ബ്രിഗേഡിയർ അൽ നഖ്ബി പറഞ്ഞു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഫോറൻസിക് സംഘം പരിശോധനയ്ക്കായി സ്ഥലം ഏറ്റെടുത്തിരുന്നു. ഫോറൻസിക് പരിശോധനയ്ക്കും സിവിൽ ഡിഫൻസിന്റെ സുരക്ഷാ നടപടികൾക്കും ശേഷമാണ് ഇവിടുത്തെ താമസക്കാർക്ക് തിരികെ കെട്ടിടത്തിൽ പ്രവേശനം അനുവദിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.